നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ നമ്മളിന്ന് ഇന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് ഹിന്ദിയിലും തമിഴിലും കാണുന്ന ഒരു വലിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതെ, ഈ അമിതമായ താലപൂജയെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഒരു ശ്രോതാവ് ഞങ്ങൾക്ക് അയച്ചു തന്ന സിനിമയിലെ താരപൂജ അവസാനിപ്പിക്കുക എന്നൊരു ലേഖനമുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ഇതെങ്ങനെ നിർമ്മാതാക്കളെ സമ്മർദ്ദത്തിലാക്കുന്നു, പിന്നെ നല്ല സിനിമകൾ വരാൻ എന്താണ് തടസ്സമെന്നൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ നിർമ്മാതാക്കളുടെ ആ ഒരു സാമ്പത്തിക ഞെരുക്കം, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 50-60% വരെ. 50-60%? പകുതിയിൽ കൂടുതൽ? അതെ, പകുതിയിലേറെ തുക. അത് പലപ്പോഴും ഒരു പ്രധാന നടന്റെ ആ സ്റ്റാറിന്റെ പ്രതിഫലത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോ സിനിമ തുടങ്ങുന്നതിന് മുൻപേ തന്റെ ബഡ്ജറ്റിന്റെ വലിയൊരു പണ്ട് പോയി. ഹിന്ദിയിലൊക്കെ ഒരു ഏകദേശം 50 കോടിയുടെ പടമാണെന്ന് വെക്കുക. അതിലെ 25-30 കോടി വരെ നടൻ മാത്രം കൊടുക്കേണ്ടി വരുന്നു. ഇത് സാധാരണമായിട്ടുണ്ട്. തമിഴിലും ഇതുപോലെ തന്നെയാണോ? വിജയ്, രജനീകാന്ത് പോലുള്ളവർക്ക് ഏകദേശം സമാനമായ അവസ്ഥ തന്നെയാണ് തമിഴിലും. വലിയ താരങ്ങൾക്ക് ഭീമമായ തുക തന്നെയാണ് പ്രതിഫലം. അപ്പോ നിർമ്മാതാവ് വലിയ കടത്തിലാവും തുടക്കത്തിലെ. ഇതിന്റെ കൂടെ വേറൊരു കാര്യവുമില്ലേ? ഈ താരങ്ങൾക്ക് സിനിമയ്ക്ക് പുറത്തുനിന്നും വരുമാനം കിട്ടുന്നത് ഉണ്ട്. അതാണ് അടുത്ത പ്രധാന കാര്യം. അതൊരു വിരോധാഭാസം പോലെയാണ്. കാരണം സിനിമയിലൂടെ കിട്ടിയ ആ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് എൻഡോഴ്സ്മെന്റുകൾ, സ്റ്റേജ് ഷോകൾ, സോഷ്യൽ മീഡിയ, ഇതിൽ നിന്നൊക്കെ വലിയ വരുമാനമാണവർക്ക്. ഏതാണ്ട് എത്ര വരും? വലിയ താരങ്ങളൊക്കെ വർഷം ഒരു 20 കോടി മുതൽ 150 കോടി വരെ ഉണ്ടാക്കുന്നുണ്ട്. 150 കോടിയോ? അതെ. ഇടത്തരം താരങ്ങൾ പോലും ഒരു 5 കോടി തൊട്ട് 40 കോടി വരെയൊക്കെ നേടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സിനിമയോടുള്ളവരുടെ ഒരു പ്രതിബദ്ധത അത് കുറയാൻ സാധ്യതയുണ്ട്. ശരിയാണ്. കൂടുതൽ ശ്രദ്ധ ഈ പുറത്തുള്ള വരുമാനത്തിലാവും അല്ലേ? അതെ. സിനിമയേക്കാൾ ചിലപ്പോൾ ബ്രാൻഡ് ഡീലുകൾക്ക് പ്രാധാന്യം കൊടുത്തെന്നിരിക്കും. ഇത് സിനിമയെ തന്നെ ദുർബലപ്പെടുത്തുന്നൊരവസ്ഥയാണ്. അപ്പോ പിന്നെ നിർമ്മാതാക്കൾക്ക് പണം കണ്ടെത്താൻ വലിയ പാടായിരിക്കുമല്ലോ. ഇത്ര റിസ്ക്കുള്ള പരിപാടിക്ക് ആരെങ്കിലും പണം മുടക്കുമോ? അതാണ് അടുത്ത പ്രതിസന്ധി. സിനിമകളുടെ വിജയസാധ്യതയെന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു 10-15% സിനിമകൾക്കേ മുടക്കുമുതൽ തിരിച്ചുപിടിച്ച് ലാഭമുണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. വെറും 10-15%? അതെ, അത്രയുള്ളൂ. അപ്പോൾ ഈ റിസ്ക് കാരണം ഇൻവെസ്റ്റേഴ്സ് മടിക്കും. പക്ഷേ സിനിമ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ താരങ്ങളെ വേണം താനും. അപ്പോൾ നിർമ്മാതാവിന് വേറെ വഴിയില്ല. താരങ്ങളെ കിട്ടാൻ വലിയ പ്രതിഫലം കൊടുക്കേണ്ടി വരും. ഇത് ബഡ്ജറ്റ് വീണ്ടും കൂട്ടും. ലാഭം എന്നുള്ളത് കിട്ടാക്കനിയാവും. ഇത് പൈസയുടെ കാര്യം മാത്രമല്ലല്ലോ. സിനിമയുടെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ആത്മാവ്, അതിനിത് ബാധിക്കില്ലേ? വളരെ ഗുരുതരമായി ബാധിക്കും. കാരണം നല്ലൊരു കഥ കിട്ടിയാൽ പോലും അതാ പ്രധാന നടൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി എഴുതേണ്ടി വരും ചിലപ്പോ, താരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അതെ. കഥയ്ക്ക് ആവശ്യമില്ലാത്ത ഫൈറ്റ് സീനുകള്, പാട്ടുകളൊക്കെ, അതൊക്കെ തിരികെ കയറ്റാൻ സംവിധായകരും എഴുത്തുകാരും നിർബന്ധിതരാവും. ഇത് സിനിമയുടെ നിലവാരത്തെ വല്ലാതെ ബാധിക്കും. പണ്ടത്തെ പോലെ അമിതാഭ് ബച്ചനോ കമൽഹാസനോ ഒക്കെ സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ല. ശരിയാണ്. ആ ഒരു മനോഭാവം ഇന്നത്തെ പല താരങ്ങൾക്കും കുറവാണ് എന്നൊരു ആക്ഷേപമുണ്ട്. ഇതിന് പിന്നിൽ ഈ ടാലന്റ് മാനേജ്മെന്റ് ഏജൻസികൾക്കും പങ്കുണ്ടാവുമല്ലോ. തീർച്ചയായും. അവർക്ക് അവരുടെ കമ്മീഷൻ കിട്ടണമല്ലോ. അപ്പോ അവർ താരത്തിന് കിട്ടാവുന്നതിലും മാക്സിമം പ്രതിഫലം വാങ്ങിക്കൊടുക്കാൻ നോക്കും. ലാഭം പങ്കുവെക്കുന്നതിനേക്കാൾ മുൻകൂട്ടി വലിയ തുക വാങ്ങുന്നതിലാവും അവർക്കും താൽപര്യം. പിന്നെ തമിഴ്നാട്ടിലെ ആ ഫാൻ കൾച്ചർ, അതും ഇതിന് വളം വെക്കുന്നുണ്ടാവുമല്ലേ? അതും ഒരു വലിയ ഘടകമാണ്. ഫാൻസ് താരങ്ങളെ ദൈവങ്ങളെപ്പോലെ കാണുന്നു. മോശം സിനിമ വന്നാൽ പോലും അതിനെ ന്യായീകരിക്കുന്നു. അപ്പൊ താരങ്ങൾക്ക് ഒരു റിയാലിറ്റി ചെക്ക് കിട്ടുന്നില്ല. ഈ പോക്ക് പോയാൽ എന്താവും ഹിന്ദി, തമിഴ് സിനിമയുടെ ഭാവി? പ്രേക്ഷകർ ഇതെല്ലാം സഹിക്കുമോ? സഹിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പ്രേക്ഷകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. വെറും താരപ്പകിട്ട് മാത്രം പോരാ, നല്ല കഥ വേണം. ശരിയാണ്. നമ്മൾ ഈ 2024 തന്നെ അത് കണ്ടു. സ്ട്രീറ്റ് 2 പോലെയോ തമിഴിൽ മഹാരാജ പോലെയുള്ള ചെറിയ കണ്ടന്റുള്ള സിനിമകൾ വിജയിച്ചു. അതേസമയം പല വലിയ താരങ്ങളുടെ സിനിമകളും പരാജയപ്പെട്ടു. അതെ, ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ല. പിന്നെ OTT പ്ലാറ്റ്ഫോമുകൾ നല്ല കഥകളുമായി വരുമ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ നിലവാരം കുറഞ്ഞ സിനിമകൾ കൊടുത്താൽ ആളുകൾ വരില്ലല്ലോ.
അപ്പോ താരങ്ങൾ ശരിക്കുമൊന്ന് ഇരുത്തി ചിന്തിക്കണം അല്ലേ? എന്തായാലും അവരൊരു കാര്യം ഓർക്കണം. അവരുടെ ഈ സ്റ്റാർഡം, ഈ താരപരിവേഷം, അത് സിനിമ ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും. സിനിമയ്ക്ക് പുറത്ത് എത്ര കോടികൾ ഉണ്ടാക്കിയാലും തുടരെ സിനിമകൾ പരാജയപ്പെട്ടാൽ അവസാനം അത് അവരുടെ ബ്രാൻഡ് വാല്യൂവിനെയും ബാധിക്കും. ഷാറുഖ് ഖാനും ആമിർ ഖാനും ഒക്കെ പണ്ട് ചെയ്ത പോലെ ലാഭം പങ്കുവയ്ക്കുന്ന രീതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമല്ലേ? അതെ, അതൊരു നല്ല മാതൃകയാണ്. സിനിമയുടെ റിസ്കിൽ പങ്കുചേരുക, പിന്നെ സിനിമയുടെ ക്രിയേറ്റീവ് കാര്യങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇടപെടുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു മാറ്റം വരും. ഇതിനൊരു പരിഹാരം എന്താണ്? ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കാം? ഈ പ്രോഫിറ്റ് ഷെയറിംഗ് മോഡലുകൾ അത് കൂടുതൽ വ്യാപകമാക്കണം. പിന്നെ നിർമ്മാതാക്കൾ ഒന്നിച്ചു നിൽക്കണം, സംഘടിക്കണം. ഒരു കൂട്ടായ്മ വേണം. അതെ, ഒരു നടൻ അമിതമായ തുക ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനുള്ളൊരു ശക്തി അവർക്ക് വേണം, കൂട്ടായിട്ട്. പിന്നെ പ്രേക്ഷകരെയും ബോധവാന്മാരാക്കണം, നല്ല സിനിമകളെ പിന്തുണയ്ക്കാൻ. ശരിയാണ്. ഉള്ളടക്കമാണ് പ്രധാനം എന്ന് തിരിച്ചറിയണം. അതുതന്നെ. ഒരുപക്ഷെ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പിന്നെ OTT പ്ലാറ്റ്ഫോമുകളുമായി സഹകരിച്ച് പുതിയ നിർമ്മാണ രീതികളൊക്കെ കൊണ്ടുവരാം. മാറ്റം അത്യാവശ്യമാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്ത്യൻ സിനിമയിലെ പ്രത്യേകിച്ച് ഹിന്ദിയിലും തമിഴിലും ഈ താരകേന്ദ്രീകൃതമായ രീതി അത് സാമ്പത്തികമായും കലാപരമായും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിർമ്മാതാക്കളില്ലെങ്കിൽ സിനിമയില്ല എന്നൊരു സത്യം അത് താരങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതെ. അപ്പോൾ ഇത് നിങ്ങളെയും ചിന്തിപ്പിക്കട്ടെ. ഈ സിനിമ എന്ന കലയും വ്യവസായവും നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള ഈയൊരു സമവാക്യം ഇതെങ്ങനെ മാറ്റിയെഴുതാൻ പറ്റും? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മടിക്കരുത്. അതല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിച്ച ഏതെങ്കിലും കഥകൾ ഞങ്ങൾക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ എഴുതുക.